ഇന്ന് നമ്മൾ പഠിക്കാനായി ആഗ്രഹിക്കുന്നത് നമ്മുടെ ആയുസ്സിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മുടെ പ്രായം ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ പ്രായം വർദ്ധിച്ചു വരുമ്പോൾ, നമ്മുടെ പ്രായം ഓരോ ദിവസവും കൂടി വരുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ പ്രായം കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ? കൂടി വരികയാണ്. നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ പ്രായം കൂടുന്നതാണോ കുറഞ്ഞിരിക്കുന്നതാണോ? കുറഞ്ഞിരിക്കുന്നതാണോ? എൻ്റെ മോൾ എന്നോട് പറയും, പപ്പ വയസ്സാകുന്നത് എനിക്കിഷ്ടമില്ല എന്ന്. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ആര് പറഞ്ഞിട്ടുണ്ട്? അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ആഗ്രഹം അപ്പനും അമ്മയും എങ്ങനെ ഇരിക്കണമെന്നാണ്? ഇപ്പോഴുള്ളതുപോലെ ഇരിക്കണമെന്നാണ്. ഞാൻ ഇന്നലെ അവളോട് ചോദിച്ചു, അപ്പോൾ ഞാൻ എങ്ങനെ ഇരിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഉള്ളതുപോലെ ഇരുന്നാൽ മതി, ഇതിൽ നിന്ന് വേറെ വ്യത്യാസമൊന്നും വേണ്ട. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഒരാഗ്രഹമാണ് അവരുടെ മാതാപിതാക്കൾ ഇന്നുള്ളതുപോലെ ആരോഗ്യത്തോടുകൂടെ ഇരിക്കണമെന്ന് എല്ലാ മക്കളും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ ആൾക്കാരെ കാണുമ്പോഴും എന്നോട് ചോദിക്കും, ആ അങ്കിളിന് എത്ര വയസ്സായി, ഈ അങ്കിളിന് എത്ര വയസ്സായി എന്നോട് ചോദിക്കും. ഞാനിത് പറയാനുള്ള ഒരു കാരണം, മനുഷ്യൻ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചെറുപ്രായം മുതൽ തന്നെ ഉള്ളിലുള്ള ഒരു സങ്കടമാണ്, പ്രായമാകും തോറും നമ്മുടെ മാർക്കറ്റ് വാല്യൂ കുറഞ്ഞു വരുന്നു എന്നുള്ളത്. പ്രായമാകും തോറും നമ്മളൊരു കോർണറിലേക്ക്, ഒരു മൂലയിലേക്ക് നീക്കപ്പെടും. ശലോമോൻ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്നുള്ളത് പോലെ നാളെ നമുക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് പ്രായം കൂടും തോറും നമുക്ക് വരുന്നത്. പ്രായാധിക്യം കൊണ്ട് പല രോഗങ്ങളും നമ്മുടെ കൂടപ്പിറപ്പുകളാകും. ഈ രോഗങ്ങൾ കൊണ്ട് നമ്മൾ പലതിനെയും പേടിക്കും. സഭാപ്രസംഗി അത് ഓർമ്മിപ്പിക്കും. നിങ്ങൾക്ക് പലതിനോടും പേടി തോന്നും, പലതിനോടും വിഷമം തോന്നും. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. ഭക്ഷണം നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവയ്ക്കും, പക്ഷേ നിങ്ങൾക്കത് കഴിക്കാനായി ആഗ്രഹമുണ്ടെങ്കിലും പല്ലില്ലാത്തത് കൊണ്ട് ചവയ്ക്കാൻ പറ്റില്ല, അല്ലേ? ആഗ്രഹങ്ങൾ ഒത്തിരിയാണ്, പക്ഷേ പ്രായങ്ങൾ കൂടുന്തോറും നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാതെ വരും. നമ്മൾ ആഗ്രഹിച്ചതും മോഹിച്ചതും ഒന്നും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പോലെ നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെടാതെ വരും. നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നിരിക്കും. എന്നാൽ വയസ്സാകുമ്പോൾ നമ്മൾ ആലോചിക്കും, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എൻ്റെ മക്കൾ ആയില്ലല്ലോ എന്ന്. പലരും ചിന്തിക്കും, എനിക്കൊരു കുടുംബജീവിതം തന്നല്ലോ, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എൻ്റെ കുടുംബജീവിതം ആയില്ലല്ലോ. അങ്ങനെ പ്രായം കൂടുന്തോറും വേദനകൾ കൂടി വരുമോ കുറഞ്ഞു വരുമോ? കൂടി വരും. ഓരോ ദിവസം കൂടുന്തോറും പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിലുള്ള വേദനകളും വർദ്ധിച്ചു വരും. ഇതാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതം ഓരോ ദിവസം കൂടുന്തോറും അവൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കും. ഓരോ ദിവസം കഴിയും തോറും സങ്കടങ്ങൾ വർദ്ധിച്ച് ആകുലതകളുള്ള ആൾക്കാരായിട്ട് മാറും. ഒരു പ്രായം കഴിയുമ്പോൾ പ്രായമേറിയവർക്ക് കുഞ്ഞുങ്ങളെപ്പോലത്തെ നിർബന്ധം ഉണ്ടാകും. അങ്ങനെയുള്ള ആരെങ്കിലും അറിയാമോ? കൊച്ചുമക്കളെ പോലെയാണ് നിർബന്ധം. ഇപ്പോൾ ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടണം. കിട്ടിയില്ല എങ്കിൽ പിന്നെ ഈ കുഞ്ഞു മക്കൾ ശാഠ്യം പിടിക്കുന്നത് പോലെ ശാഠ്യം പിടിക്കും. പിന്നെ മിണ്ടത്തില്ല, പിന്നെ വഴക്കുണ്ടാക്കും, പിന്നെ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ഓർമ്മക്കുറവ് സംഭവിക്കും. പലർക്കും ഓർമ്മകളില്ല. ഒരു പ്രായം കഴിയുമ്പോൾ മെമ്മറി ലോസ് ഉണ്ടാകും. എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത് എന്ന് ഓർമ്മ ഉണ്ടാകണമെന്നില്ല. നല്ല കോൺഷ്യസ് മൈൻഡോടുകൂടെ അവർ സംസാരിക്കണമെന്നില്ല. ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ അവർ നമ്മളോട് പലതും പറയുമ്പോൾ നമുക്ക് അവരോട് എന്തു തോന്നും? വേഗത്തിൽ നമുക്കങ്ങോട്ട് ദേഷ്യം തോന്നും. നമ്മൾ പറയുന്നത് മനസ്സിലായില്ലേ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും അങ്ങോട്ട് ചോദിക്കും. എൻ്റെ വീട്ടിൽ അമ്മച്ചിയുണ്ട്. അമ്മച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അമ്മച്ചി വീട്ടിൻ്റെ മുന്നിൽ ഒരു ജനലുണ്ട്. ജനലിൻ്റെ അരികിൽ വന്നിരിക്കും. അവിടെ കൂടെ ഏതെങ്കിലും ഒരു ഇല അനങ്ങിയാൽ ഉടനെ പറയും, അത് അവിടെ ആരോ വന്ന് നിൽക്കുന്നുണ്ട്, നീ ഒന്ന് പോയി നോക്ക്
എന്ന് പറയും. കാരണം കാണുന്നതെല്ലാം മറ്റെന്തോ ഒരു ഇമേജ് ആയിട്ട് തോന്നും. അപ്പം നമ്മൾ പറയും അവിടെ ഒന്നുമില്ല അമ്മച്ചി വെറുതെ ഇരിക്കും, ഇല്ല അവിടെ ആരോ ഇപ്പോൾ വന്നിട്ട് പോയി, ഇങ്ങനെ പറയും. അപ്പോൾ ഇതുപോലെ മനസ്സിനുള്ളിൽ പല കാര്യങ്ങളും വന്ന് നിറയുന്ന ഒരു കാലഘട്ടമാണ്. ഇല്ലാത്ത ഓർമ്മകൾ, ഇല്ലാത്തത് ഉണ്ടെന്ന് പറയും, ഉള്ളതില്ലെന്നും പറയും. അപ്പോൾ അങ്ങനെയുള്ള പല പ്രത്യേകതകളും പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ച് പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അതുമാത്രമല്ല, പരസ്പര ബന്ധമില്ലാത്ത പല കാര്യങ്ങളും അവർ സംസാരിക്കും, പരസ്പര ബന്ധമില്ലായിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങളും നമ്മളുടെ ഭക്ഷണ രീതികളും ഒന്നും അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പല രീതിയിലായിരിക്കും പ്രായം കഴിയുമ്പോൾ അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ നമ്മൾ ഈ സമയം ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസം നമ്മളും എന്തിലേക്കെത്തും? ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ മഹായിടവകയുടെ പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു ഹോസ്പിറ്റൽ ബദേൽ ഗ്രാമിനോട് ചേർന്നുണ്ട്. നമ്മൾ അവിടെ ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടോ? ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഉണ്ടോ? ഉണ്ട്. പോയി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ടിജിയൊക്കെ സ്ഥിരം അവിടെ ഉള്ളത് കൊണ്ട് അറിയാം. നമുക്ക് പറ്റുമെങ്കിൽ ഒരു ദിവസം പോയി കാണണം. ഞാൻ പറഞ്ഞത് ബദേൽ ഗ്രാമിനുള്ളിലുള്ളവരല്ല, അതിനപ്പുറം സഫർ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ പാലിയേറ്റീവ് കെയറിലുണ്ട്. തന്നെ ഇപ്പോൾ അവിടെ പോകുന്നു തോന്നുന്നു. ഒരു ദിവസം നമുക്ക് പോകാം അവിടെ. കാരണം അവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, അവരെ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, നമുക്കും ഇതുപോലൊരു സാഹചര്യത്തിൽ എത്താതിരുന്നാൽ നല്ലതായിരുന്നു എന്ന് നമുക്ക് തോന്നും. ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഈ ഒരു പ്രായത്തിലേക്ക് നമ്മൾ എത്താതിരുന്നു കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നും. ഞാനിത് പറയാനുള്ള കാരണം, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ആയുസ്സ് ആരോഗ്യത്തോടെ പൂർത്തീകരിക്കാൻ നമ്മളെ സഹായിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. മറന്നു പോകരുത്. ബൈബിളിൻ്റെ ഭാഷയിൽ, ബൈബിളിൻ്റെ രീതിയിൽ ഒരു വ്യക്തിയും ഇത്രയും യാതനകൾ അനുഭവിച്ച് വാർദ്ധക്യത്തിൽ മരിച്ചിട്ടില്ല. അത് നമ്മൾ ഓർക്കണം. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ച് ആയുസ്സിൻ്റെ പൂർണ്ണതയോടുകൂടെ എത്തിച്ചവരാണ്. അവരാരോട് ചേർന്ന് നിന്നു? ദൈവത്തോട് ചേർന്ന് നിന്നു. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് വാർദ്ധക്യത്തിലും ഫലം കായ്ക്കാം. അതാണ് ബൈബിളിൻ്റെ വാഗ്ദത്തം. ലോകം പറയുന്നത് പോലെയല്ല. ലോകം പറയുന്നത് മറ്റൊരു വഴിയാണ്. ഞാൻ പറയുന്നത് ബൈബിളിൻ്റെ വഴിയാണ്. ബൈബിൾ നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ നോക്ക്, നിങ്ങളുടെ വാർദ്ധക്യത്തിലും നിങ്ങൾ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഫലം കായ്ച്ചു തീരുമെന്നല്ല പറയുന്നത്, നിങ്ങൾ ഫലം കൊടുത്തുകൊണ്ടിരിക്കും. നിങ്ങളെക്കൊണ്ട് ഇനിയും ഫലമുണ്ടാകും. മോശ മരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. മോശ മരിക്കുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നില്ല. ദീർഘ ആയുസ്സോടുകൂടിയാണ് മോശ മരിക്കുന്നത്. നല്ല പ്രായാധിക്യത്തിലാണ്, ആയുസ്സിൻ്റെ സമ്പൂർണതയിലാണ് മോശ മരിക്കുന്നത്. എങ്കിൽ ദൈവം മോശയെക്കുറിച്ച് പറയുന്നത്, ആ സമയത്തും അവൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടിരുന്നില്ല. അതാണ് ബൈബിളിൻ്റെ അനുഗ്രഹമെന്ന് പറയുന്നത്. വചനം പറയുന്ന വാർദ്ധക്യം അങ്ങനെയാണ്. വാർദ്ധക്യത്തിലും ദൈവത്തിൻ്റെ മക്കളെ കൈവിടില്ല എന്നുള്ള ഒരു ഉറപ്പ്. ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാലും, ആയുസ്സിൻ്റെ ഏത് പാരമ്യത്തിലേക്ക് നിങ്ങൾ എത്തിയാലും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട് എന്ന് ദൈവം നമ്മളോട് പറയുകയാണ്. പല മാതാപിതാക്കളും പറയുന്ന ഒരു സങ്കടമാണ്, മക്കളെ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റയ്ക്കാകില്ലേ? ഈ ഒരു ചോദ്യമുണ്ട്. മക്കൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തനിച്ചാകില്ലേ എന്നൊരു ചോദ്യമുണ്ട്, അല്ലേ? അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? മക്കൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, അപ്പനും അമ്മയും കുടുംബമായി മക്കൾ മാറിക്കഴിഞ്ഞാൽ പല മാതാപിതാക്കളുടെ ഉള്ളിൽ അങ്ങനെ ഒരു വേദനയുണ്ട്. എന്നാൽ ഈ വേദന ഒരിക്കലും ഒരു വേദനയായി നിങ്ങൾ ഏറ്റെടുക്കാതിരുന്നാലേ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ മക്കളുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അതൊരു വേദനയല്ല. മക്കൾ അടുത്ത കുടുംബമായി അവർ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വളർന്നു വരാനായി നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ അനുഗ്രഹങ്ങളും നിങ്ങൾ അവർക്ക് കൊടുക്കണം. അങ്ങനെ ഒരു കുടുംബത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നമ്മൾ ഇന്ന് പഴയ നിയമത്തിൽ വായിച്ച ഉൽപ്പത്തി പുസ്തകം 46, 47 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിലെ പിതാവ് യാക്കോബ്, ആ കുടുംബത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച 12 മക്കൾ, പെൺമക്കൾ, ഇവരെല്ലാവരുമുണ്ട്. യോസഫ് എന്ന പ്രിയ മകൻ്റെ അരികിലേക്ക് അപ്പൻ മടങ്ങി വരുന്ന, അപ്പൻ്റെ മറ്റു മക്കളാകുന്ന യോസഫിൻ്റെ സഹോദരങ്ങളോട് ചേർന്ന് മടങ്ങി വരുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
ഇതിന് മുമ്പിലുള്ള പശ്ചാത്തലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പൻ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു മകനായിരുന്നു യോസെഫ്. അപ്പൻ ഏറ്റവും വാത്സല്യമുള്ള ഒരു മകനാണ് യോസെഫ്. കുടുംബത്തിനുള്ളിൽ അപ്പനും അമ്മയ്ക്കും മക്കളോട് ഇഷ്ടം തോന്നാം. എന്നാൽ മക്കളോടുള്ള ഇഷ്ടം അമിത ഇഷ്ടമായി കഴിഞ്ഞാൽ ആ ഇഷ്ടങ്ങൾ കാരണം ആ കുടുംബങ്ങൾക്കുള്ളിൽ സങ്കടങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളുണ്ട്. മറ്റു മക്കളെക്കാൾ വളരെയധികം ഈ അപ്പൻ സ്നേഹിച്ചത് യോസഫിനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മകൻ അപ്പനിൽ നിന്ന് അകന്നു പോകുമ്പോൾ അപ്പനുണ്ടായ വേദന അതികഠിനമായിരുന്നു. ജോസഫിന് എന്ത് സംഭവിച്ചെന്നാണ് യോസഫിൻ്റെ സഹോദരന്മാർ അപ്പനെ അറിയിച്ചതെന്നറിയാമോ? എന്താണ് പറഞ്ഞത്? നിൻ്റെ പ്രിയ മകൻ മരിച്ചുപോയി എന്നതാണ്. പ്രിയ മകൻ മരിച്ചുപോയി എന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പല മാതാപിതാക്കളും അനുഭവിക്കുന്ന ഒരു വേദന, അവർ ജീവനോടെ ഇരിക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളുടെ മരണവാർത്ത കേൾക്കുക എന്നത് ഭയങ്കരമായ ഒരു വേദനയാണ്. പല കുടുംബങ്ങളെയും എനിക്കറിയാം. അവർ ജീവിച്ചിരിക്കുമ്പോൾ, അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കൺമുമ്പിൽ മക്കൾ മരിച്ചുപോയി എന്നൊരു വാർത്ത കേൾക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ മാതാപിതാക്കളുടെ ജീവിതം വളരെ ദുരിതത്തിലാകും. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ വീടിനകത്ത് അടുത്ത് ഒരു അങ്കിളും ആൻറ്റിയും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണ്. അവർക്ക് കുറച്ച് കാലം കഴിഞ്ഞ്, ഏകദേശം 13 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു മകനെ അവർക്ക് ലഭിച്ചത്. വളരെ മിടുക്കനായ ഒരു കുഞ്ഞ്. അവനങ്ങനെ വളർന്നു വരികയാണ്. അങ്കിളിനും ആൻറ്റിക്കും ജോലിയുണ്ട്, ഗവൺമെൻറ് സർവൻസാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങൾ കേൾക്കുന്ന ഒരു വാർത്ത, ഈ കുഞ്ഞ് വീടിന് മുന്നിലെ കിണറിൽ വീണ് മരിച്ചുപോയി. 13 വർഷം കഴിഞ്ഞ് കിട്ടിയ ഈ ഒരു കുഞ്ഞാണ്. ഈ കുഞ്ഞ് വീടിന് അരികിലുള്ള കിണറിൽ വീണ് മരിച്ചുപോയി. ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ആ കുടുംബത്തിൻ്റെ ജീവിതാവസ്ഥകളെല്ലാം തന്നെ താളം തെറ്റിത്തുടങ്ങി. ഇതുപോലെ സങ്കടത്തിലായി പോകുന്ന കുടുംബങ്ങൾ പലതുമുണ്ട്. കാരണം പ്രതീക്ഷയോടെ കാത്തിരുന്ന് കിട്ടിയ ദൈവത്തിൻ്റെ ദാനങ്ങളായിരിക്കാം. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ കേൾക്കുന്ന ഈ ഒരു വാർത്ത ആ കുടുംബത്തെ പൂർണ്ണമായും കണ്ണീരിലാഴ്ത്തി. എന്നാൽ പിന്നീട് പലരുടെയും സ്നേഹവായ്പോടുകൂടിയ ദൈവിക സന്ദേശങ്ങളിലൂടെ അവർ ഒരു മോനെ അവർ അഡോപ്റ്റ് ചെയ്ത് ദത്തെടുത്ത് ഇന്ന് അവരുടെ കുഞ്ഞായിട്ട് വളർത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സാരം, അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അവരുടെ കാലഘട്ടത്തിൽ ആരെക്കുറിച്ചുള്ള മരണവാർത്ത കേൾക്കുകയാണ്? മക്കളെക്കുറിച്ചുള്ള മരണവാർത്ത കേട്ട് കഴിഞ്ഞാൽ അത് വളരെ സങ്കടമുണ്ടാകും. അപ്പം നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, ഓരോ അപ്പൻ്റെയും അമ്മയുടെയും ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, നിങ്ങളുടെ മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങളങ്ങനെ ഒരു വാർത്ത, അതായത് ഒരു ചെറിയ പ്രായത്തിലൊക്കെ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ നിങ്ങളുടെ മക്കളെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം വലിയ വേദനകൾ ഉണ്ടാക്കാം. എന്നാൽ ദൈവത്തിൻ്റെ സമയമാണ്. എപ്പോൾ ആർക്കും ഈ ലോകത്തിൽ നിന്ന് വിട പറയേണ്ടതായിട്ട് വരും. എങ്കിലും അപ്പനും അമ്മയോടുമുള്ള എൻ്റെ ഒരു പ്രത്യേക ആലോചന എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ എപ്പോഴും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ എപ്പോഴും സ്നേഹത്തോടെ കൈക്കൊള്ളണം. എന്നാൽ ഇവിടെ യാക്കോബ് കേട്ട ഒരു സങ്കട വാർത്ത, യാക്കോബിൻ്റെ പ്രിയ മകനായ യോസേഫ് മരിച്ചുപോയി എന്നാണ്. ദീർഘവർഷങ്ങൾ ഈ ആലോചനയിലാണ് ഈ അപ്പൻ ജീവിക്കുന്നത്. മകൻ മരിച്ചുപോയി, ഇനി ഒരു പ്രതീക്ഷയുമില്ല. എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരു സാധ്യതയുമില്ല. എല്ലാ സാധ്യതകളും അടഞ്ഞ ഈ ഒരു സമയത്ത് യാക്കോബ് എന്ന ഈ പിതാവിന് ദൈവം തൻ്റെ മകൻ ജീവനോടെ ഉണ്ട് എന്നൊരു വാർത്ത കിട്ടുകയാണ്. ആ പിതാവിൻ്റെ ജീവിതം എങ്ങനെ മാറി മറിഞ്ഞു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. യാക്കോബ് എന്ന മനുഷ്യൻ, ദൈവത്തോട് ചേർന്നിരുന്ന മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ ചോദിച്ചു വാങ്ങിയ മനുഷ്യൻ, ദൈവത്തോട് മല്ലു പിടിച്ച് അനുഗ്രഹങ്ങളെ സ്വീകരിച്ച മനുഷ്യൻ. അങ്ങനെയാണ് നമ്മൾ യാക്കോബിനെ പരിചയപ്പെടുന്നത്. എനിക്കുറച്ചൊരു വിശ്വാസമുള്ളത്, യാക്കോബ് മകൻ മരിച്ചു എന്ന് സഹോദരങ്ങൾ വന്ന് അപ്പനോട് പറഞ്ഞിട്ടും ആ അപ്പൻ അന്നും വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ തൻ്റെ മകനു വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണം. എൻ്റെ മകൻ ഒരു നാൾ ദൈവസന്നിധിയിൽ എനിക്ക് കാണാൻ പറ്റുമെന്നുള്ള പ്രത്യാശയോടുകൂടെ. അതുകൊണ്ടാണ് ആ മകനെ ദൈവം വീണ്ടും അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ നൽകിയത്. ദൈവം ആ മകനെ ഇന്ന് ആ അപ്പൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തുകയാണ്. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ആ അപ്പൻ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഈ മകൻ ആരിൽ ജനിച്ച മകനാണെന്നറിയാമോ? താൻ ഏറ്റവും പ്രിയപ്പെട്ട് സ്നേഹിച്ച റാഹേൽ പ്രസവിച്ച കുഞ്ഞാണ് യോസെഫ്. ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ.
ആ ഭാര്യ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഒരു സങ്കടമുണ്ട്. വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ യാക്കോബ് ജീവിതത്തിൽ പ്രാണസഖിയായി ജീവൻ കൊടുത്ത് സ്നേഹിച്ച തൻ്റെ പ്രാണപ്രിയയായ ഭാര്യ നഷ്ടപ്പെട്ടു പോയി. ആ സങ്കടം നിങ്ങൾ ഓർക്കണം. റാഹേലിനെ ഏറ്റവും അധികം സ്നേഹിച്ചു. റാഹേലിനെ സ്നേഹിച്ചപ്പോൾ ആരെയാണ് കൊടുത്തത്? ലേയയാണ് ദൈവം അവന് കൊടുത്തത്. അങ്ങനെ നമ്മൾ നോക്കേണ്ടത്, ഏറ്റവും സ്നേഹിച്ച ഭാര്യ തൻ്റെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ആ ഭാര്യ പ്രസവിച്ച മകനെങ്കിലും കൂടെ കാണുമെന്ന് കരുതി ആ മകനും മരിച്ചുപോയി എന്ന് വാർത്ത കേൾക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ 2 വേദനകൾ വരികയാണ്. നമ്മൾ ഓർക്കണം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ 2 വേദനകൾ നമ്മുടെ ജീവിതത്തെ വളരെ ഭാരപ്പെടുത്തിയേക്കാം. ഒന്ന്, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ജീവിത സഖി നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല ദിനങ്ങളിൽ നഷ്ടപ്പെട്ടു പോയാൽ നമുക്കെന്തുണ്ടാകാം? ഹൃദയത്തിനുള്ളിൽ ഒരു വേദനയുണ്ടാകാം. രണ്ടാമത്, യാക്കോബിന് അതേ ഭാര്യയിൽ നിന്ന് ജനിച്ച മകൻ, പ്രിയനായിരിക്കുന്ന മകൻ, അവനും നഷ്ടപ്പെട്ടു പോയി എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ യാക്കോബിൻ്റെ ഹൃദയം വളരെ വേദന കൊണ്ട് നിറയുകയാണ്. ഈ ലോകത്തിൽ പലരും ഇങ്ങനെയുള്ള വേദനകളിലൂടെ ജീവിക്കുന്ന അനേകരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. വളരെ സങ്കടത്തോടുകൂടെ, വളരെ ഭാരത്തോടുകൂടെ ജീവിക്കുന്ന മാതാപിതാക്കൾ. എന്നാൽ ഈ പിതാവ് പ്രതീക്ഷയോടെ കാത്തിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നത് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. യാക്കോബ് പ്രതീക്ഷ കൈവിട്ടില്ല. അദ്ദേഹം വാർദ്ധക്യത്തിലെത്തുമ്പോഴും അവന് പ്രതീക്ഷയുണ്ട്. ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇന്ന് ആയുസ്സിൻ്റെ മുന്നിലേക്കുള്ള പ്രയാണത്തിൽ ഏത് പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നുപോയാലും എന്നെ ഒറ്റയ്ക്കാക്കാത്ത ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിലും എന്നെ കൈവിടാതെ നല്ലൊരു ജീവിത അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുപോയി എത്തിക്കാൻ എൻ്റെ ദൈവത്തിന് ഈ വാർദ്ധക്യത്തിലും കഴിയും. ആ ഒരു പ്രതീക്ഷയിൽ യാക്കോബ് മുന്നോട്ട് പോകുമ്പോൾ ഇതാ യോസഫിൻ്റെ അരികിൽ നിന്ന് യോസഫിൻ്റെ സഹോദരങ്ങൾ നല്ലൊരു സന്ദേശവുമായി തങ്ങളുടെ അപ്പൻ്റെ അരികിലേക്ക് എത്തിയിട്ട് പറയുന്നു, നിൻ്റെ മകൻ മരിച്ചിട്ടില്ല, അവൻ ജീവനോടെ ഇരിക്കുന്നു. എന്ത് തോന്നിക്കാണോ അപ്പന്? എല്ലാം തകർന്നിരുന്നിടത്ത് നിന്ന് വീണ്ടും എല്ലാം കിട്ടുന്ന ഒരു സന്തോഷം. ഈ സന്തോഷമാണ് ബൈബിളിന് തരാൻ പറ്റുന്നത്, വചനത്തിന് തരാൻ പറ്റുന്നത്. നിങ്ങളുടെ വീട്ടിലെല്ലാം നഷ്ടപ്പെട്ടു, നിങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടെന്ന് ലോകം പറയുമ്പോൾ കർത്താവ് നമ്മോട് പറയുന്നൊരു കാര്യം, പ്രിയ മകനെ മകളെ, നിന്നോട് കൂടെ ഞാനുണ്ട് എങ്കിൽ നീ ആകുലനാകേണ്ട ആവശ്യമില്ല, അസ്വസ്ഥനാകേണ്ട ആവശ്യമില്ല. ഞാൻ നിനക്ക് ഒരപ്പനായി, ഞാൻ നിനക്കൊരു മകനായി, ഞാൻ നിനക്കൊരു മകളായി നിന്നോട് കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ദൈവം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം, നിങ്ങൾക്ക് അപ്പനില്ല എങ്കിൽ ആരായിട്ട് നിങ്ങളോട് കൂടെ ദൈവം ഉണ്ടാകും? അപ്പനായിട്ടുണ്ടാകും. അമ്മയില്ല എങ്കിൽ ആരായിട്ട് നിങ്ങളോട് കൂടെ ഉണ്ടാകും? ദൈവം പറയും, ഞാൻ നിങ്ങൾക്ക് അമ്മയായി നിങ്ങളോട് കൂടെ ഉണ്ടാകും. നിങ്ങൾക്കൊരു സഹോദരനില്ല എങ്കിൽ നല്ലൊരു സ്നേഹിതനായി കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടാകും. മനസ്സിലായോ? നിങ്ങൾക്കില്ലാത്തത് എന്താണോ ആ പ്ലേസിൽ ആരുണ്ടാകും? കർത്താവ് ഉണ്ടാകും. അതാണ് ദൈവം നൽകുന്ന വാഗ്ദത്തം. നിങ്ങൾക്ക് ആരില്ല എന്ന് കരുതുന്നോ ആ പൊസിഷൻ ആര് ക്ലിയർ ചെയ്യും? കർത്താവ് ക്ലിയർ ചെയ്യും. ആരാണോ നിങ്ങൾക്കില്ലാത്തത് ഈ ഭൂമിയിൽ, ആ പൊസിഷൻ ദൈവം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. യാക്കോബിന് ഈ വിശ്വാസം ഉണ്ടായിരുന്നു. യാക്കോബ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ നിന്ന് ഞാൻ ഒരു പടി പോലും പിന്നിലേക്ക് ഇറങ്ങില്ല എന്ന്. അങ്ങനെ നമ്മൾ ഇന്ന് വായിച്ച ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ യാക്കോബും യാക്കോബിൻ്റെ മകനായ യോസേഫും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. യോസേഫ് രഥം കെട്ടിച്ച് അപ്പനായ ഇസഹാക്കിനെ എതിരേൽപ്പാൻ ഗോശനിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു. ഈ മകനെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ നോക്കണം. ഈ മകൻ എങ്ങനെ ആയിരുന്നു എന്ന് കരുതിയതാണ്. ഈ മകൻ ഭൂമിയിൽ ജീവനോടെ ഇല്ല എന്ന് കരുതി വർഷങ്ങളോളം ഈ അപ്പൻ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ദൈവം മകനെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പറയുകയാണ്, ഇതാ നിൻ്റെ മകൻ ജീവനോടെ ഇരിക്കുന്നു എന്ന്. പുതിയ നിയമത്തിൽ നമ്മളൊരു സംഭവം കണ്ടെത്തുന്നുണ്ട്. നഷ്ടപ്പെട്ട് വീട് വിട്ടുപോയ ഒരു മകനുണ്ട്. അപ്പനിൽ നിന്ന് അകന്നു പോയവനാണ്. അപ്പൻ്റെ മുമ്പിൽ അവൻ എത്തുമ്പോൾ ഒരു വാചകം ദൈവം നമ്മോട് പറയും, എൻ്റെ ഈ മകൻ എങ്ങനെയുള്ളവനായിരുന്നു? മരിച്ചവനായിരുന്നു. എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു. യോസേഫ് യാക്കോബിൻ്റെ മുമ്പിൽ എത്തുമ്പോഴും ഇതേ പശ്ചാത്തലം നമ്മൾ ഓർക്കണം. എൻ്റെ ഈ മകൻ
മരിച്ചവനായിരുന്നു, ഇന്ന് ദൈവം എനിക്ക് അവനെ തിരിച്ചു തന്നു. ഇവിടെ എത്തുമ്പോഴും ആ പിതാവ് പറയുകയാണ്, ദൂരദേശത്ത് പോയി അധ്വാനിച്ച് എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് ചിന്തിച്ച എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, പക്ഷേ ഇന്ന് ദൈവം എനിക്ക് അവനെ തിരിച്ചു തന്നിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ച് എന്തെങ്കിലും സങ്കടങ്ങളുണ്ട് എങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് അവരെത്തുന്നില്ല എങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉന്നതങ്ങളിലേക്ക് അവരെ കരം പിടിച്ച് കയറ്റാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ, നിങ്ങളുടെ മക്കൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ കാത്തിരുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കളെ ദൈവം ഒരു ദിവസം നിങ്ങളുടെ കരങ്ങളിൽ ഇതുപോലെ തിരിച്ചു തരും. ലോകത്തിൻ്റെ ശത്രു നിങ്ങളുടെ മക്കളെ പിടിച്ചു കൊണ്ടുപോയാലും ഒരു ദിവസം നിങ്ങളുടെ അരികിലേക്ക് നിങ്ങളുടെ കുഞ്ഞിനെ, നിങ്ങളുടെ മക്കളെ ദൈവം സുരക്ഷിതമായി മടക്കി ഏൽപ്പിക്കും. അതാണ് ദൈവം മാതാപിതാക്കൾക്ക് നൽകുന്ന വാഗ്ദത്തം. ദൈവം നൽകുന്ന വാഗ്ദത്തം അങ്ങനെയാണ്. എനിക്ക് വളരെ അറിയാവുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ ഒരു അപ്പനും അമ്മയും 2 മക്കളുമാണ്. അതിൽ ഇളയ മകനെ അവർ പഠിപ്പിച്ചു. അവനെ പുറത്തു വിട്ട്, വളരെ ദാരിദ്ര്യമുള്ള കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്ന് അവരുടെ അധ്വാനത്തിലുള്ള സമ്പത്തെല്ലാം മാറ്റിവെച്ച് അവനെ അവർ പഠിപ്പിച്ചു. മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞ് അവൻ കുറച്ച് ദൂരോട്ട് മാറി പഠിക്കാനായിട്ടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ പല മാറ്റങ്ങളും വന്നു തുടങ്ങി. അന്നുവരെ ഉണ്ടായിരുന്ന ഒരു മകനല്ല അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ്. തെറ്റായ രീതിയിലുള്ള കൂട്ടുകെട്ടുകൾ, മാറ്റങ്ങൾ, പല രീതിയിലോട്ട് അവൻ ലോകത്തിൻ്റെ ചിന്തകളിലേക്ക് പോയി. പിന്നെ അവൻ വല്ലപ്പോഴും വീട്ടിൽ വരുമ്പോൾ അപ്പനോടും അമ്മയോടും ഭയങ്കര ദേഷ്യമാണ്. അവർക്കാണെങ്കിൽ ഇവനെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഓരോ പ്രാവശ്യം ലീവിന് വരുമ്പോഴും അപ്പനോടും അമ്മയോടും വളരെ ദേഷ്യത്തോടുകൂടി സംസാരിച്ച് അപ്പനെയും അമ്മയും വിഷമിപ്പിച്ചിട്ടാണ് അവന് തിരിച്ച് പോകുന്നത്. ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ആ ഒരു സംഭവത്തിൻ്റെ വേദിയാവുകയാണ്. അവൻ അപ്പനെ കഴുത്തിന് പിടിച്ച് മർദ്ദിക്കത്തക്ക രീതിയിൽ അപ്പനെ ഇങ്ങനെ ചുമരിനോട് ചേർത്ത് അവൻ ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ചേർത്ത് വച്ചിരിക്കുകയാണ്. ഞാൻ അവിടെ ആ സമയത്ത് പോവുകയാണ്. അവിടെ എത്തുമ്പോൾ കാണുന്ന ഈ ഒരു കാഴ്ച വളരെ സങ്കടമാണ്. എൻ്റെ ജ്യേഷ്ഠപ്രായം വരും. ഞാൻ അവിടെ പോയി, എനിക്ക് അന്ന് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാനും വഴക്കുണ്ടാക്കി. ഞാൻ പറഞ്ഞു, നീ എന്താണ് കാണിക്കുന്നത്, നിൻ്റെ പപ്പയെ വിടുന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി അവനോട് പിടിച്ചു മാറ്റിയിട്ട് വന്നു. എന്നാൽ ആ അപ്പനും അമ്മയും എന്ത് ചെയ്തെന്നറിയാമോ? ഈ അപ്പനും അമ്മയും ഈ മകനു വേണ്ടി കൂടുതൽ സമയം ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. അവന് ഏത് ജോലി കിട്ടിയിട്ടും അവന് ശരിയാകുന്നില്ല. അവന് വേണ്ടി എത്ര കാശ് മുടക്കിയിട്ടും അവന് ശരിയാകുന്നില്ല. പള്ളിയിൽ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് വന്നുകൊണ്ടിരുന്ന ഈ ചെറുപ്പക്കാരൻ നാട്ടിൽ ലീവിന് വരുമ്പോൾ പള്ളിയിൽ പോകാനായിട്ട് പറഞ്ഞാൽ വരില്ല. ഒന്നിനും അവനൊരു താല്പര്യവുമില്ല. അവൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ലോകത്തിലേക്ക് അവൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ചുരുക്കി പറഞ്ഞാൽ അവൻ ഈ ലോകത്തിൽ മരിച്ച ഒരു അവസ്ഥയിലാണ്. പക്ഷേ കണ്ണുനീരോടുകൂടി അവർ പ്രാർത്ഥിക്കും. ദൈവസന്നിധിയിൽ പോയിരുന്ന് അവർ പ്രാർത്ഥിക്കും. ആഗ്രഹിച്ച് അവർ പ്രാർത്ഥിക്കും. എന്നെങ്കിലും ഒരിക്കൽ അവൻ തിരിച്ചു വരുമെന്ന് അവർ കരുതി. അവനെ വിവാഹം കഴിപ്പിച്ചു. കുടുംബജീവിതം ഓൾമോസ്റ്റ് ഡിവോഴ്സിൻ്റെ വക്കിലേക്ക് എത്തി. 2 പേരും പിരിഞ്ഞു പോകാവുന്ന സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെ കുടുംബജീവിതത്തിലും തകർച്ച വന്നു. ജോലിയിൽ തകർച്ച, വീട്ടിൽ തകർച്ച, കുടുംബജീവിതം കൊടുത്തു, അതിലും തകർച്ച. എല്ലാത്തിലും ഇങ്ങനെ തകർന്ന് നിൽക്കുകയാണ്. പക്ഷേ എനിക്ക് അപ്പനെയും അമ്മയും കുറിച്ച് ഓർക്കാനുള്ള ഒരു കാര്യം, അവർ ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നെങ്കിലും ദൈവം എൻ്റെ മകനെ എനിക്ക് മടക്കി തരും, എന്നെങ്കിലും എൻ്റെ മകനെ ദൈവം എനിക്ക് മടക്കി തരും. അങ്ങനെ ആ മകനെ ദൈവം അവർക്ക് മടക്കി കൊടുത്തു. ഇന്ന് അവൻ ഒരു വിദേശ രാജ്യത്ത് കുടുംബമായി ജോലി ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഇടയ്ക്ക് നാട്ടിൽ വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സൺഡേ സ്കൂളിൻ്റെ പുസ്തകമുണ്ടോ? ഞാൻ ചോദിച്ചു, നിനക്കെന്തിനാണ് സൺഡേ സ്കൂളിൻ്റെ പുസ്തകം? നിനക്ക് വിദേശത്ത് പോയി എന്തെങ്കിലും സൺഡേ സ്കൂൾ തുടങ്ങാൻ താല്പര്യമുണ്ടോ? അതങ്ങനെയല്ല, എൻ്റെ മക്കളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കണം. വിദേശത്ത് ആയിരിക്കുമ്പോൾ അവിടെ സൺഡേ സ്കൂളിലൊന്നും വിടാൻ എനിക്ക് സൗകര്യമില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ സൺഡേ സ്കൂളിൻ്റെ സിലബസിലുള്ള കുറച്ച് പുസ്തകം അവന് വേണം ഈ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട്. അങ്ങനെ നമ്മുടെ LMS ബുക്ക് ഡിപ്പോയിൽ പോയി, സൺഡേ സ്കൂൾ ഓഫീസിൽ പോയി കുറേ സൺഡേ സ്കൂളിൻ്റെ പുസ്തകങ്ങളും എല്ലാം വാങ്ങി ഈ മക്കൾക്ക് കൊണ്ടുപോയി. ഞാൻ ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ മാറാനുള്ള കാരണം? അവൻ പറഞ്ഞത്, ഞാൻ ഒത്തിരി തെറ്റിപ്പോയതാണ്. പക്ഷേ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ചു വന്നത്. എൻ്റെ മക്കൾക്ക് ഞാനിത് കൊടുത്തില്ല എങ്കിൽ നാളെ ദൈവം എന്നോട് ചോദിക്കും. അവൻ പറയുകയാണ്, എൻ്റെ മക്കൾക്ക് നാളെ ഇന്ന് ഈ ദൈവസ്നേഹം കൊടുത്തില്ല എങ്കിൽ നാളെ എന്നോട് ദൈവം ചോദിക്കും. ഒത്തിരി തിരക്കുകളുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ വന്ന് സൺഡേ സ്കൂളിൻ്റെ ടെക്സ്റ്റും മറ്റെല്ലാം വാങ്ങിക്കൊണ്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും അവൻ പോകും. എന്താണെന്നറിയാമോ? അപ്പനും അമ്മയും
ആ കുഞ്ഞിന് വേണ്ടി അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ കുടുംബജീവിതം ശരിയായി, അവൻ്റെ ജോലി ശരിയായി. ആ മകൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് തന്ന മക്കളെ ഞാൻ എങ്ങനെ വളർത്തണം? ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ വളർത്തുക. ഞാനത് പറഞ്ഞത് ഇവർ പൂർണ്ണമായിട്ടും തീർന്നു പോയി എന്ന് കരുതിയ ഒരു ഫാമിലിയാണ്. ഇനി ഒരു മടങ്ങി വരവില്ല എന്ന് ലോകം വില എഴുതിയതാണ്. പക്ഷേ അവിടെ ഒരു പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള ഒരു അപ്പനും അമ്മയും ഉണ്ടായിരുന്നത് കൊണ്ട് ആ കുടുംബം വീണ്ടും ഏതിലേക്ക് വന്നു? ജീവനിലേക്ക് വന്നു. അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ അപ്പൻ പറയുകയാണ്, എൻ്റെ മകൻ മരിച്ചു പോയവനായിരുന്നു, എല്ലാ അർത്ഥത്തിൽ അവൻ തകർന്നു പോയവനായിരുന്നു, എൻ്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു, പക്ഷേ എൻ്റെ അപ്പൻ എന്നെ കൈവിടില്ല എന്നൊരു ഉറച്ച വിശ്വാസത്തിൽ ഞാൻ നിന്നതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിച്ചു, ഒരു നാൾ എൻ്റെ മകൻ തിരിച്ചു വരും. അല്ലേ? അതുപോലെ യാക്കോബിന് ആരെ തിരിച്ചു കിട്ടി? യോസേഫിനെ തിരിച്ചു കിട്ടി. നമുക്ക് വായിക്കാം. അവർ തമ്മിൽ വളരെ നേരം കരഞ്ഞു. വളരെ നേരം കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. 30-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം 30-ാമത്തെ വാക്യം. ഇസ്രായേൽ, അതായത് യാക്കോബ് യോസഫിനോട് പറയുകയാണ്, നീ ജീവനോടെ ഇരിക്കുന്നു എന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞത് കൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടില്ല എന്ന് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ മൈൻഡ് ഫ്രീ ആയത് കണ്ടോ? അദ്ദേഹം പറയുകയാണ്, ഇത്രയും കാലം ഞാനിങ്ങനെ ഭാരപ്പെട്ടു, പക്ഷെ നീ ജീവനോടെ ഇരിക്കുന്നു, നീ നന്നായിരിക്കുന്നു, നീ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് എനിക്കിനി മരിച്ചാലും കുഴപ്പമില്ല. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ വാർദ്ധക്യത്തിൽ ദൈവം കൊടുക്കുന്ന പീസ്ഫുൾ മൈൻഡ് എന്ന് പറയുന്നത്. മക്കളുടെ നല്ല ജീവിതം കണ്ട് മരിക്കാൻ പറ്റും. മനസ്സിലായോ? മക്കളുടെ നല്ല ഐശ്വര്യമുള്ള ജീവിതം കണ്ട് മരിക്കാനായിട്ട് പറ്റും. മരണത്തിനു വേണ്ടി ഒരുക്കപ്പെടാൻ പറ്റും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ആൾക്കാരിന്ന് മരണത്തെ പേടിക്കുകയാണ്. പലരും പറയുന്നത്, എൻ്റെ മക്കൾ ഒന്നും ആയിട്ടില്ല, ഞാനിനി എങ്ങനെ, ഞാൻ മരിച്ചാൽ എന്ത് ചെയ്യും? അതാണ് സങ്കടം. ഞാൻ അതാണ് പറഞ്ഞത്. എൻ്റെ മക്കളൊന്നും ആയിട്ടില്ല, എൻ്റെ കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല, വീട്ടുകാരെ ഒന്നും ക്രമപ്പെടുത്താൻ പറ്റിയിട്ടില്ല, വീട് വച്ചിട്ടില്ല, കടമാണ്, ബാധ്യതയാണ്. ഞാൻ മരിച്ചു പോയാൽ എൻ്റെ കുടുംബം എന്താകും? ഇതാണൊരു സാധാരണ മനുഷ്യൻ, ലോകത്തിലെ മനുഷ്യൻ ചിന്തിക്കുന്നത്. പക്ഷേ ദൈവാത്മാവിനാൽ വഴി നടത്തുന്ന ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് ഇസ്രായേൽ എന്ന യാക്കോബ് ചിന്തിക്കുന്നത് പോലെയാണ്. എൻ്റെ മകനെ ജീവനോടെ കാണുവാൻ ദൈവം എനിക്ക് വീണ്ടും ഒരു അവസരം തന്നു. അവൻ ജീവനോടെ ഇരിക്കുന്നു എന്ന് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. എൻ്റെ മകൻ ഐശ്വര്യത്തോടെ ജീവിക്കുന്നു, അവനെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു, മറ്റൊരു ദേശത്ത് ദൈവം അവനെ മാനിച്ചിരിക്കുന്നു, സ്ഥാനമാനങ്ങൾ നൽകി അവനെ ഉയർത്തിയിരിക്കുന്നു. ദൈവം അവനെക്കുറിച്ച് കണ്ട പദ്ധതിക്ക് അപ്പുറം ദൈവം അവനെ അത്യുന്നതമായി അനുഗ്രഹിച്ചിരിക്കുന്നു. നിനക്കുള്ള ഈ ഒരു ദൈവ അനുഗ്രഹം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു എനിക്കിനി മരിച്ചാലും കുഴപ്പമില്ല, കാരണം ഞാൻ എൻ്റെ ദൈവത്തിൽ പ്രത്യാശയുള്ള ഒരു മനുഷ്യനാണ് എന്ന് യാക്കോബ് പറയുകയാണ്. വാർദ്ധക്യത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഈ ഒരു പ്രതീക്ഷയും പ്രത്യാശയുമാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. മക്കൾക്ക് ഐശ്വര്യമുണ്ടാകുന്നു, അവർ നന്നായിരിക്കുന്നു, അവർ ദൈവത്തോട് ചേർന്നിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാം. എന്തുകൊണ്ടാണ് യാക്കോബ് സന്തോഷിച്ചെന്നറിയാമോ? അപ്പൻ നഷ്ടപ്പെട്ടു, മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു പോയി. പക്ഷേ യോസഫിനെ വഴി നടത്തിയത് ദൈവമായിരുന്നു. നമ്മുടെ മക്കൾ നമ്മളില്ലെങ്കിലും ദൈവം വഴി നടത്തുമെന്ന് നമ്മൾ അവരെ പഠിപ്പിക്കണം. മറന്നു പോകരുത്. നിങ്ങൾ കൂടെയില്ല എങ്കിലും നിങ്ങളുടെ മക്കൾക്ക് വഴികാട്ടിയായി, വഴി നടത്തിപ്പുകാരനായി, അനുഗ്രഹത്തിൻ്റെ വാതിലായി ദൈവം കൂടെ ഉണ്ടെന്ന് കുഞ്ഞുങ്ങളെ ചെറുതിലേ പഠിപ്പിക്കണം. അതുകൊണ്ടാണ് പറയുക, ബാലൻ വൃദ്ധനായാലും അവൻ ആ ദൈവസ്നേഹത്തിൽ നിന്ന് വിട്ടുപോകുകയില്ല. യാക്കോബ് മക്കളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, മക്കളെ, എല്ലാ കാലവും ഞങ്ങൾ നിങ്ങളോട് കൂടെ കാണില്ല, പക്ഷേ എല്ലാ കാലവും നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം ഉണ്ട്. എല്ലാ കാലവും അപ്പനും അമ്മയും നമ്മളോട് കൂടെ കാണുമോ? ഇല്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്നും നമ്മൾ കൂടെ ഉണ്ടാകണമെന്നാണ്. ചില പാരൻസിനെ കുറിച്ച് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അവർ മക്കൾക്ക് വേണ്ടി എല്ലാം കരുതുന്നവരാണ്, എല്ലാം കരുതി കൊടുക്കുന്നവരാണ്. ഉദാഹരണത്തിന്, ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ ഒരു പുതിയ വീട് വരെ വച്ചു കൊടുത്ത് കുഞ്ഞുങ്ങളെ സെറ്റിലാക്കുന്ന പാരൻസ് ഉണ്ട്. മനസ്സിലായോ? പിന്നെ ഈ കുഞ്ഞിന് ഇവനിനി വല്ലതും അധ്വാനിക്കേണ്ട കാര്യമുണ്ടോ? ഒരു മകൻ വിവാഹം കഴിഞ്ഞ് മാറുമ്പോൾ ഒരു പുതിയ വീട് ഉൾപ്പെടെ വച്ച് അവനെ കൊണ്ട് കുടുംബമായി താമസിപ്പിക്കും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആ വ്യക്തിയുടെ സ്വയം വളരാനുള്ള പ്രാപ്തിയെ എന്ത് ചെയ്ത് കളയുകയാണ്?
താഴ്ത്തിക്കളയുകയാണ്. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. പകരം എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിൽ വീട് വയ്ക്കാനായിട്ട് അവനൊരു സ്ഥലം കൊടുക്കാം. എന്നിട്ട് എന്ത് പറയാം? നീ വീട് വയ്ക്ക്, ചെറിയ സഹായം ഞാനും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ആ മകൻ എന്ത് ചെയ്തു? സ്വയം ഒരു ദൈവസ്നേഹത്തിലേക്ക് വന്ന് ആ വീടിന് വേണ്ടി അവൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അധ്വാനിച്ച് അവൻ ആ ഭവനം പണിയും. അവനറിയാം ഈ ഭവനം ദൈവം അവന് കൊടുത്തതാണെന്ന്. അധ്വാനിക്കാതെ നമ്മുടെ കരങ്ങളിലേക്ക് പാരമ്പര്യങ്ങളായി കിട്ടുന്ന പലതും നമുക്ക് അനുഗ്രഹമായി തീരാറില്ല. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ മകനായിരുന്നിട്ട് പോലും, യാക്കോബ് വലിയ സമ്പന്നനാണ്, യോസേഫിന് പിതൃപാരമ്പര്യങ്ങളിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടല്ല യോസേഫ് വളർന്നത്. അത് പറയാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. പാരമ്പര്യമായി കിട്ടിയ സ്വത്ത് കൊണ്ടല്ല ആര് വളർന്നത്? യോസേഫ് വളർന്നത്. മക്കളെ നമ്മൾ പഠിപ്പിക്കണം. മക്കളെ എല്ലാ കാലവും അപ്പനും അമ്മയും കൂടെ കാണില്ല. നിന്നെ വളർത്താനും നിന്നെ ഉയർത്താനും നിനക്കൊരു ദൈവമുണ്ട്. ഏത് ദേശത്ത് ദൈവം നിന്നെ കൊണ്ടുപോയാലും ആ ദേശത്ത് നിന്നെ നട്ട് വളർത്തി ഉയർത്താൻ നിനക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ മാത്രം നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്താൽ മതി. നിങ്ങളുടെ മക്കൾ ഒരു ദേശത്തും നിങ്ങളുടെ മക്കൾ നശിച്ചു പോകില്ല. അവർ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കും. അപ്പനും അമ്മയും വളർത്തുന്നതിനേക്കാളും നിങ്ങളുടെ മക്കളെ ദൈവത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് നിർത്തിത്തരും. ഒന്നും കൊടുക്കാതെ ഒന്നും കിട്ടാതെ പോയ ഒരു ചെറുപ്പക്കാരനാണ് യോസേഫ്. അപ്പൻ്റെ ഒരു ബ്ലെസ്സിങ്ങും കിട്ടിയിട്ടില്ല, അപ്പൻ്റെ ഒരു പ്രോപ്പർട്ടിയും കിട്ടിയിട്ടില്ല, ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി പാരമ്പര്യമായിട്ട് കിട്ടേണ്ട ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ അപ്പൻ്റെ അനുഗ്രഹം കൊടുക്കുന്നത് ആർക്കെന്നറിയാമോ? മറ്റൊരു മക്കൾക്കും കൊടുത്തിട്ടില്ല. യോസേഫ് ഈ അപ്പനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് 2 മക്കൾ മനശ്ശെയും എഫ്രൈമിനെയും മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, അപ്പാ വേറെ ഒന്നും നീ എനിക്ക് തന്നില്ലല്ലോ, എനിക്ക് സങ്കടമില്ല. പക്ഷെ നിൻ്റെ അനുഗ്രഹം എൻ്റെ മക്കൾക്ക് വേണം, നിൻ്റെ ബ്ലെസ്സിങ്സ് എൻ്റെ മക്കൾക്ക് വേണം. അങ്ങനെ 2 മക്കളെയും എന്ത് ചെയ്തു? ഫ്രണ്ടിൽ പിടിച്ച് നിർത്തി. എന്നിട്ട് പറഞ്ഞു അനുഗ്രഹിക്കാനായിട്ട് പറഞ്ഞപ്പോൾ യോസഫ് എന്ത് ചെയ്യുന്നറിയാമോ? അപ്പൻ്റെ വലത് കരത്തിനുള്ളിൽ 1ാമത്തെ മകനെ കിട്ടത്തക്ക രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിങ്ങനെ നിർത്തി. ഇളയ മകനെ മറുവശത്ത് നിർത്തി. അപ്പോൾ വലത് കയ്യിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹമാണ് കൂടുതൽ. അതാണ് അന്നത്തെ ഒരു വിശ്വാസം. പക്ഷെ അപ്പൻ എന്ത് ചെയ്യുന്നറിയാമോ? അപ്പന് പണ്ടൊരു സ്വഭാവമുണ്ട്. അപ്പൻ ആരാണ്? അപ്പന് ഇതിനേക്കാളും നല്ല രീതിയിൽ പണി അറിയാം, ഇതിനേക്കാളും എല്ലാ കാപട്യവും അറിയാമെന്നുള്ളതാണ് അപ്പൻ എന്ത് ചെയ്തു? ഇങ്ങനെ അനുഗ്രഹിക്കുന്നതിന് പകരം ഇങ്ങനെ അനുഗ്രഹിച്ചു. കൈ 2ആയിട്ട് ഇങ്ങനെ പിണച്ച് വെച്ച് വലത് കൈ ഇളയ മകനും കൊടുത്തു, ഇടത് കൈ ഇടത് കൈ മൂത്ത മകനും കൊടുത്തു. മനസ്സിലായോ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം? മക്കളെ അറിയാൻ ഏത് വാർദ്ധക്യത്തിലും അപ്പന് പറ്റണം. ഏത് വാർദ്ധക്യത്തിലും അപ്പനെ കബളിപ്പിക്കാൻ മക്കൾക്ക് കഴിയില്ല എന്ന് മക്കൾക്ക് മനസ്സിലാകണം കേട്ടോ. അപ്പൻ്റെ മുമ്പിൽ ഒരു കബളിപ്പിക്കലും നടക്കില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെയാണ്. ഒരു കുറുക്കു വഴിയുമില്ല, എല്ലാം നേരിൻ്റെ വഴികൾ മാത്രം. ദൈവത്തെ കബളിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. അല്ലെങ്കിൽ പാരൻസിനെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല? കബളിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. അതുപോലെ പാരൻസിനോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യാനും പാടില്ല? മക്കളാൽ കബളിപ്പിക്കപ്പെടാനും പാടില്ല. അതിന് അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ വാർദ്ധക്യത്തിൽ നിങ്ങൾ ആരോട് ബന്ധപ്പെട്ടിരിക്കണം? ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കണം. യോസേഫിന് മറ്റൊന്നും കിട്ടിയില്ല, വീട്ടിൽ നിന്ന് ഒരു അനുഗ്രഹവും കിട്ടിയില്ല. പക്ഷേ യോസേഫിനെ വളർത്തിയത് ദൈവമാണ്, യോസേഫിനെ കരുത്തനാക്കിയത് ദൈവമാണ്. എങ്ങനെയാണ് ഇവന് ഈ കരുത്ത് കിട്ടിയത്? അപ്പനും അമ്മയും ഇല്ല എങ്കിലും നിന്നെ വളർത്താൻ ദൈവം മതി എന്ന് യോസേഫിനെ ചെറുപ്പത്തിൽ ആര് പഠിപ്പിച്ചിട്ടുണ്ട്? യാക്കോബ് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പറയും, നിങ്ങളൊന്നും കരുതരുത്. ആവശ്യം ജീവിക്കാനുള്ള പശ്ചാത്തലങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തോ. അവർക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് ആരെയാണ്? ദൈവത്തെയാണ്. അവർ സ്വയം വളർന്നോളും. അല്ലെങ്കിൽ ദൈവം അവരെ വളർത്തി നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് നിർത്തി തരും. ഇന്ന് ഈ മകനെ വളർത്തി ആ ദേശത്തിൻ്റെ അധിപതിയാക്കി അപ്പൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തുമ്പോൾ അപ്പനുണ്ടാവും ഒരു സന്തോഷമുണ്ടല്ലോ. വാർദ്ധക്യത്തിൽ ഈ സന്തോഷമാണ് നിങ്ങൾ അനുഭവിക്കേണ്ടത്. നമ്മുടെ പരാജയം എന്ന് പറയുന്നത് മക്കളെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്തും. ഈ മക്കൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉന്നതങ്ങളിൽ എത്തത്തില്ല. ഈ വാർദ്ധക്യമാകുമ്പോൾ ഈ മക്കൾ നിങ്ങൾക്ക് ആരായിട്ട് തീരും?
വേദനയുള്ളവരാക്കി തീർക്കും, നിങ്ങളുടെ ജീവിതത്തെ സങ്കടപ്പെടുത്തുന്നവരാക്കി തീർക്കും. അങ്ങനെ വരുമ്പോൾ ഈ മക്കൾ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകില്ല. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ മക്കളെ വളർത്തിയത് ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾക്ക് വേണ്ടിയാണ്. ആർക്ക് വേണ്ടിയല്ല? ദൈവത്തിന് വേണ്ടിയല്ല. നിങ്ങൾ മക്കളെ വളർത്തി കൊടുക്കുന്നത്, നിങ്ങൾ മക്കളെ ദൈവത്തിന് വിട്ടുകൊടുത്താണ് വളർത്തുന്നതെങ്കിൽ വാർദ്ധക്യത്തിൽ ഈ മക്കൾ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. നിങ്ങൾ മക്കളെ വളർത്തുന്നത് ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ, ദൈവത്തിന് വിട്ടുകൊടുത്ത് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നതെങ്കിൽ ആ കുഞ്ഞ് വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് സന്തോഷം തരും. ഇല്ല, നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നതെങ്കിൽ ആ മക്കൾ കാരണം നിങ്ങൾക്ക് സങ്കടമുണ്ടാകും. വേറെ വിഷമമൊന്നും തോന്നരുത്. അതാണ് ബൈബിളിൻ്റെ ഒരു നീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് യാക്കോബ് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തു. അങ്ങനെ മകനായ യോസേഫ് പൂർണ്ണമായും ദൈവഹിതപ്രകാരം വളർന്നു. അവൻ പോയ തകർച്ചകൾ ഒത്തിരിയാണ്, പക്ഷേ ആ തകർച്ചകളെയെല്ലാം ദൈവം അവന് വിജയമാക്കി കൊടുത്തു. നമ്മൾ വായിക്കുന്നുണ്ട്, അങ്ങനെ അവർ തമ്മിൽ കരഞ്ഞു. അപ്പൻ പറയുകയാണ്, എനിക്കിനി സന്തോഷത്തോടെ മരിക്കാം, എൻ്റെ ഹൃദയം സന്തോഷിക്കുകയാണ്, എനിക്കിനി ഒരു പെയിനില്ല. മകനെ, നിന്നെ ദൈവം ഇത്രയും അനുഗ്രഹിച്ചല്ലോ, എനിക്കിനി മരിക്കാൻ ഭയമില്ല. ഒരു പ്രായം കഴിയുമ്പോൾ പാരൻസിന് വരുന്ന ഒരു പേടിയാണ്. ഏത് ഭയമാണ്? മരണഭയം. മരണത്തെ നമുക്ക് എന്താണ്? പേടിയാണ്. നമുക്കെല്ലാവർക്കും പേടി വരും, തെറ്റൊന്നുമില്ല. പക്ഷേ ഈ അപ്പൻ പറയുകയാണ്, എനിക്കിനി മരിക്കാൻ പേടിയില്ല. കാരണം എന്തെന്നറിയാമോ? ഈ മക്കളെ ആര് അനുഗ്രഹിച്ചെന്ന് അപ്പന് മനസ്സിലായി. ദൈവം അനുഗ്രഹിച്ചു. നിങ്ങളുടെ മക്കളെ നിങ്ങളെക്കാൾ അധികം ഉയർത്താനും അനുഗ്രഹിക്കാനും ആർക്ക് പറ്റും? ദൈവത്തിന് പറ്റും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സത്യം തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വാർദ്ധക്യത്തിൽ അനുഗ്രഹമുണ്ടാകും. നമുക്ക് വായിക്കാം. ഇതെല്ലാം കഴിഞ്ഞ് 8-ാമത്തെ വാക്യത്തിലേക്ക്, അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ പറഞ്ഞു. ഉൽപ്പത്തി 47-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. യോസേഫിൻ്റെ അരികിലേക്ക് എത്തി. യോസേഫ് തൻ്റെ അപ്പനായ യാക്കോബിനെയും കൂട്ടി രാജാവിൻ്റെ അരികിലേക്ക് പോയി. ഫറവോൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി? ഫറവോൻ്റെ കൊട്ടാരത്തിന് അകത്തേക്ക് അപ്പനെയും കൊണ്ട് പോവുകയാണ്. എന്നിട്ട് ഫറവോൻ്റെ സന്നിധിയിൽ അപ്പനെ കൊണ്ടുവന്ന് നിർത്തി. യാക്കോബ് എന്ത് ചെയ്തെന്നറിയാമോ? യാക്കോബ് ആരെ അനുഗ്രഹിച്ചു? രാജാവിനെ അനുഗ്രഹിച്ചു. വാർദ്ധക്യത്തിൽ ഒരു അപ്പന് കിട്ടിയ ഒരു ഭാഗ്യമാണ് ആ ദേശത്തിൻ്റെ രാജാവിനെ അനുഗ്രഹിക്കാനുള്ള ഒരു നിയോഗം. അതാണ് ഞാൻ പറയുന്നത്, വാർദ്ധക്യത്തിൽ നിങ്ങൾ ആരാക്കി മാറ്റും ദൈവം? നിങ്ങളെ വിലയുള്ളവരാക്കി മാറ്റും. നിങ്ങൾ നോക്കണം, ദേശത്ത് കഠിന ക്ഷാമം കൊണ്ട് അവിടം വിട്ടു വന്നവരാണ് യാക്കോബും യാക്കോബിൻ്റെ കുടുംബവും. എല്ലാം വരും ക്ഷാമത്തിൽ നിന്ന് വന്നവരാണ്. എല്ലാ സമൃദ്ധിയുമുള്ള ദേശമാണ് മിസ്രൈം ദേശം. അവിടുത്തെ രാജാവാണ് ഫറവോ. അപ്പോൾ ഫറവോൻ്റെ അരികിൽ, ഫറവോൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഫറവോൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആഹാരവും മറ്റും സ്വീകരിച്ച് ഫറവോന് നന്ദി പറഞ്ഞിട്ട് വരേണ്ട സ്ഥലത്താണ് യാക്കോബ് ആരെ അനുഗ്രഹിക്കുന്നത്? ഫറവോനെ അനുഗ്രഹിക്കുന്നത്. നിങ്ങൾ വാർദ്ധക്യത്തിൽ നിങ്ങളുടെ ആയുസ്സിൻ്റെ മുന്നിലേക്ക് നിങ്ങൾ നീങ്ങുമ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വലിയ പൊസിഷൻസിൽ ഉന്നതരായ ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി കടന്നു വരും. നിങ്ങൾക്ക് അനേകർക്ക് നിങ്ങളുടെ അനുഗ്രഹം നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അനേകർക്ക് ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിയും. അതിനെങ്ങനെയായിരിക്കണം? വാർദ്ധക്യത്തിൽ ദൈവത്തോടുള്ള ബന്ധം മുറുകെ പിടിക്കണം. അവിടെ പോയി രാജാവ് ദേശത്ത്, ഗോശൻ ദേശത്ത് താമസിച്ചോളാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം, അവിടെ യാക്കോബ് രാജാവിന് നന്ദിയാണ് പറയേണ്ടത്. രാജാവേ, ഈ ദേശത്ത് ഞങ്ങളെ വസിക്കാൻ സഹായിച്ചല്ലോ, നന്ദി പറയേണ്ട സമയത്ത് രാജാവിൻ്റെ മേൽ കൈവച്ച് രാജാവിനെ ബ്ലസ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു അവസരം ദൈവം ദേശത്ത് കൊടുക്കും. എന്നിട്ട് ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഫറവോൻ ചോദിക്കുകയാണ്, നിനക്ക് എത്ര വയസ്സായി? അദ്ദേഹം ചോദിക്കുകയാണ്. ഫറവോ രാജാവ് അനുഗ്രഹിച്ചപ്പോൾ ചോദിച്ചു, ഫറവോൻ യാക്കോബിനോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. കാരണം ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിന് അത്രയും വിലയുള്ളതായിട്ട് തോന്നുകയാണ്. അദ്ദേഹം ചോദിച്ചു, നിനക്ക് എത്ര വയസ്സായി? അദ്ദേഹം പറഞ്ഞു, എനിക്ക് 130 സംവത്സരമായി. എത്ര വയസ്സാണ്? എനിക്ക് 130 വയസ്സായി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് പറയുകയാണ്, എൻ്റെ ആയുഷ്കാലം വളരെ ചുരുക്കമാണ്, ഞാൻ വളരെ കഷ്ടത്തിലൂടെ കടന്നുപോയ മനുഷ്യനാണ്,
എന്ന് അദ്ദേഹം പറയും. ആ ഒരു ഹംബിൾനെസ് കണ്ടോ, ആ പ്രായത്തിൻ്റെ ഏറ്റവും ഉന്നതത്തിൽ എത്തിയിട്ടും വളരെ ഹംബിളായിട്ട് വളരെ താഴ്മയോടെ 2 കാര്യം അദ്ദേഹം പറയുകയാണ്. എന്താ പറയുന്നത്? ഞാൻ താഴ്മയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ ജീവിതത്തിൽ കഷ്ടതയൊക്കെയുണ്ട്. എനിക്ക് കുറച്ചു കാലം മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം അവസരം നൽകിയത്. അതിൽ അദ്ദേഹം സന്തോഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സന്തോഷം കണ്ടോ, എൻ്റെ ആയുഷ്കാലം ചുരുക്കമത്രേ, എനിക്ക് കുറച്ച് നാളെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ അതിനെ പോസിറ്റീവായിട്ട് പറയുകയാണ് കേട്ടോ. എനിക്ക് 130 വയസ്സ് വരെ ജീവിക്കാൻ പറ്റിയുള്ളൂ, പക്ഷേ ചുരുക്കമാണ്, പക്ഷെ ഞാനിതിൽ സന്തോഷവാനാണ്. അതാണ് അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം. നമ്മളാണെങ്കിൽ എന്തു പറയും? 130 വയസ്സായി, കുറച്ച് കാലം കൂടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് പറയും അല്ലേ? അദ്ദേഹം പറയാൻ എനിക്ക് 130 വയസ്സായി, അതിൽ കഷ്ടത വന്നു, സങ്കടം വന്നു, പക്ഷെ ഞാനിതിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കിനി ഒരു സങ്കടവുമില്ല. ഈ ഒരു ജീവിതാവസ്ഥയിലേക്ക് നമ്മൾ മാറണം. നമ്മുടെ ആയുസ് വർദ്ധിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പറയാൻ പറ്റണം, എനിക്ക് ഇത്രയും ആയുസ് ദൈവം തന്നല്ലോ, നന്ദി അപ്പാ. കഷ്ടതകൾ വന്നല്ലോ, ഇത്രയും ആയുസ്സിൽ നീ എന്നെ നടത്തിയല്ലോ, നന്ദി കർത്താവേ. ഈ ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ വയസ്സ് കൂടുന്തോറും നമുക്ക് എന്തുണ്ടാകും? സങ്കടം ഉണ്ടാകില്ല, ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കും. നിങ്ങൾ ജീവിക്കുന്ന വീട്ടിൽ സന്തോഷം ഉണ്ടാകും. നിങ്ങളുടെ മക്കളോട് ചേർന്ന് വസിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനുള്ള സന്തോഷം ഉണ്ടാകും. നിങ്ങളെ കൊണ്ട് എവിടെ നിർത്തിയാലും അവിടെ സന്തോഷം ഉണ്ടാകും. അങ്ങനെ യാക്കോബ് വീണ്ടും ദീർഘകാലം ജീവിച്ച് സമാധാനത്തോടെ ഈ ലോകത്തിൽ നിന്ന് പുറപ്പെട്ടു പോവുകയാണ്. ഞാൻ പറഞ്ഞത്, ദൈവം നമുക്ക് വാർദ്ധക്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും ദൈവത്തിൻ്റെ മക്കൾ നിരാശയോടുകൂടെ വാർദ്ധക്യത്തെ സ്വീകരിക്കാനായി ശ്രമിക്കരുത്. വാർദ്ധക്യം എങ്ങനെയുള്ളതായിരിക്കണം? ദൈവ അനുഗ്രഹമുള്ള വാർദ്ധക്യമാക്കി നമ്മൾ മാറ്റണം. അതിനുവേണ്ടി നമ്മൾ ആരെ മാതൃകയാക്കുക? യാക്കോബിനെ. നഷ്ടപ്പെട്ടു പോയതാണ്, പക്ഷേ പ്രതീക്ഷയോടെ കാത്തിരുന്നു, തിരിച്ചു തന്നു. മക്കളെക്കുറിച്ച് അപ്പൻ കരുതിയതിനേക്കാളും ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുത്തതുകൊണ്ട് മകനെ വളർത്തി മിടുക്കനാക്കി അപ്പൻ്റെ മുമ്പിൽ ദൈവം കൊണ്ടുപോയി നിർത്തിക്കൊടുത്തു. അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിന്നെ ജീവനോടെ കാണാൻ പറ്റുമെന്ന് കരുതിയതില്ല, പക്ഷേ ഇന്ന് ഞാൻ സന്തോഷത്തോടെ എൻ്റെ മരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. മറ്റൊരു സ്ഥലത്ത് പോയപ്പോൾ രാജാവിനെ ബ്ലെസ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, യു വിൽ ബി എ ബ്ലെസ്സിങ് ഫോർ മെനി. നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമായിരിക്കും. ആർക്ക് കൊടുത്ത വാഗ്ദത്തമാണ്? അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ്. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു അനുഗ്രഹം പങ്കുവച്ച് ദൈവസ്നേഹത്തിൽ മുന്നോട്ട് പോകണം. പ്രായം കൂടുന്തോറും നമുക്ക് എന്ത് വർദ്ധിച്ചു വരണം? ദൈവസ്നേഹം വർദ്ധിച്ചു വരണം. നല്ല പീസ്ഫുൾ മൈൻഡോടുകൂടെ സമാധാനത്തോടെ നമ്മൾ ഈ ലോകത്ത് നിരാശയില്ലാതെ ജീവിക്കണം. കൂടെ വന്നവർ പലതും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും ഞാനൊരു കാര്യം പറഞ്ഞ് നിങ്ങൾ മറന്നു പോകരുത്. അപ്പനില്ല എങ്കിൽ ആ പൊസിഷനിലേക്ക് ആര് വരും? കർത്താവ് വരും. അമ്മയില്ല എങ്കിൽ ആര് വരും? കർത്താവ് വരും. ജീവിത പങ്കാളിയില്ല എങ്കിൽ ആര് വരും? കർത്താവ് വരും. മക്കൾ നഷ്ടപ്പെട്ടു പോയാൽ ആര് വരും? കർത്താവ് വരും. ആ ഒരു ഉറപ്പാണ് ദൈവം നമുക്ക് നൽകുന്നത്. അതിൻ്റെ അർത്ഥമാണ്, ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഏത് രൂപത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ദൈവം നമ്മൾ ഒരു നാളും കൈവിടുകയില്ല.